നരിയുടെ മന്ത്രം. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു നരിക്ക് സിംഹത്തെ കടന്നു പോകേണ്ടതായി വന്നു. നിനക്കെന്താണ് വേണ്ടത്? ഇവന്റെ അടുത്തൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇവനോട് അച്ചടക്കത്തോടെ പെരുമാറുന്ന പോലെ അഭിനയിക്കാം. സിംഹരാജാവേ, ദയവ് ചെയ്ത് എന്നെ അങ്ങയുടെ ഭൃത്യനായി സ്വീകരിക്കണം. ശരി. എന്തൊരു മഹാഭാഗ്യം! ഇനി എനിക്ക് വിശന്ന് അലിയേണ്ടി വരില്ല. സിംഹം നരിയെ തന്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞതനുസരിച്ചാൽ നിനക്ക് നല്ല നല്ല ഭക്ഷണം കിട്ടും. അങ്ങയുടെ വാക്കിന് മറുവാക്കില്ല. ശരി. ദിവസവും രാവിലെ മലമുകളിലേക്ക് ചെന്ന് ഏതെങ്കിലും മൃഗം താഴെ അലഞ്ഞു തിരിയുന്നുണ്ടോ എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം ഉടനെ എന്റെ പക്കൽ വന്ന്, അല്ലയോ സിംഹരാജാവേ, ഇന്നത്തെ ഇര തയ്യാർ, വേട്ടയാടൂ എന്ന് പറയണം. ആ മൃഗത്തെ കൊന്നു ഭക്ഷിച്ച ശേഷം ബാക്കിയുള്ളത് നിനക്കും തരാം. പിറ്റേന്ന് നരി മലമുകളിൽ ചെന്ന് നോക്കി. അവിടെ ഒരാനയെ അവൻ കണ്ടു. ഉടനെ നരി ഓടി വന്ന് സിംഹത്തിനോട്, ഞാനൊരാനയെ കണ്ടു. അല്ലയോ സിംഹരാജാവേ, ഇന്നത്തെ ഇര തയ്യാർ, വേട്ടയാടൂ. സിംഹം ആനയെ കൊന്ന് വിശപ്പടങ്ങുവോളം തിന്ന ശേഷം നരിയോടും തിന്നാൻ പറഞ്ഞു. നരിയും വയറു നിറച്ചും സന്തോഷത്തോടെ തിന്നു. അങ്ങനെ കുറെ മാസങ്ങൾ കടന്നുപോയി. നരി ആകെപ്പാടെ കൊഴുത്തു തടിച്ചു. ഒരു ദിവസം, ഞാൻ എന്തിനാണ് ദിവസവും ഈ അവശേഷിച്ചതൊക്കെ തിന്നുന്നത്? എനിക്കും വേട്ടയാടാൻ സാധിക്കും. സിംഹത്തിന്റെ ബലം ഞാൻ ഉച്ചരിക്കുന്ന ആ മന്ത്രമാണ്. നരി സിംഹത്തോട്, അല്ലയോ രാജൻ, ഞാൻ കുറെ കാലമായി അവശേഷിച്ചതല്ലേ ഭക്ഷിക്കുന്നത്. എനിക്കും ഒരു ആനയെ വേട്ടയാടണം, അനുവദിച്ചാലും. അല്ലയോ നരി, സിംഹത്തിന് മാത്രമേ ആനയെ കൊല്ലാൻ സാധിക്കൂ. ഞാൻ തരുന്നത് ഭക്ഷിച്ച് സന്തോഷത്തോടെ ജീവിക്കാ. ദയവ് ചെയ്ത് എനിക്കൊരവസരം നൽകണം. അങ്ങ് മലമുകളിൽ ചെന്ന് ആനയെ കണ്ട ഉടൻ എന്റെ അടുത്ത് വന്ന് അണ്ടാക്കാ കസം അബൂക്കാ ഹൂക്കും വേട്ടയാട് എന്ന് പറയണം. ശരി, ഞാൻ പോയി നോക്കാം. അല്പസമയത്തിന് ശേഷം, ഈ ഭാഗത്തേക്കൊരു ആന വരുന്നുണ്ട്. അണ്ടാക്കാ കസം അബൂക്കാ ഹൂക്കും വേട്ടയാട്. നരി ഉടനെ ആനയുടെ പുറത്തേക്ക് ഒരു ഒറ്റ ചാട്ടം. പക്ഷെ ആനയോ അതിന്റെ തുമ്പിക്കൈ കൊണ്ട് നരിയെ വരിഞ്ഞെടുത്ത് ചവിട്ടിക്കൊന്നു. മറ്റുള്ളവരെ പോലെ പെരുമാറാൻ ശ്രമിക്കരുത്.